പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമായ കർത്താവേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ. ജോബിൻ്റെ പ്രാർത്ഥനയാണ്. ഇന്ന് 16-ാം ദിവസമാണ് ജോബിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ജോബിൻ്റെ കുടുംബജീവിതം തകർന്നത് നമ്മൾ ബൈബിൾ വചനത്തിലൂടെ നമുക്ക് വചനം ശ്രവിക്കാം. ജോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു. എൻ്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു. എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു. ജോബ് പറയുക 17-ാം അധ്യായത്തിൽ 1-ാം വാക്യം. നമുക്കറിയാം, ജോബ് വളരെയധികം സമ്പന്നനായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിൻ്റെ പരീക്ഷണം സാത്താനിലൂടെ അവൻ്റെ കുടുംബത്തിലേക്ക് കയറി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ജോബ് പറയണം, എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു. എൻ്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു. ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. മരിച്ചാൽ മതി എന്നാണ് ജോബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നരയിക്കാൻ തുടങ്ങി. രോഗം മൂത്ത് കുറച്ച് ദിവസമായി ജോബ് പുറത്തു നിന്നും ഇറങ്ങാൻ പറ്റാണ്ട്, വസ്ത്രം പോലും ധരിക്കാൻ പറ്റാണ്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ജോബിന് വന്ന ഓരോ വേദനകൾ അദ്ദേഹം എണ്ണി പറയുകയും മറ്റുള്ള സ്നേഹിതന്മാർ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതെല്ലാം സഹിച്ച് ഇന്നില്ലെങ്കിൽ നാളെ എൻ്റെ ദൈവമായ കർത്താവ് എന്നെ ഉയർത്തുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ജോബ് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ അവനെ പിടികൂടിയിരിക്കുന്നത് മരണത്തിൻ്റെ നിഴലാണ്. അതാണ് അവൻ പറയണത്. ശവക്കുഴി എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. മരിക്കാറായി ഞാൻ. അവൻ തന്നെ പിറുപിറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 2-ാം വാക്യം, പരിഹാസകർ എന്നെ വളയുന്നു. പരിഹാസകർ, കുറ്റപ്പെടുത്തുന്നവർ, ദുഷിച്ച് പറയുന്നവർ എന്നെ വളയുന്നു. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് കമ്പനികളിലെല്ലാം, മേലധികാരികളിലെല്ലാം, ഹോസ്പിറ്റലുകളിലെല്ലാം കീഴെ ജോലി ചെയ്യുന്നവർക്ക് വളരെ ദയനീയാവസ്ഥയാണ് ചില സ്ഥലങ്ങളിലൊക്കെ. എന്താണ് കുറ്റപ്പെടുത്തും. എത്രയധികം ആത്മാർത്ഥമായിട്ട് നമ്മൾ ജോലി ചെയ്താലും മേലധികാരികൾ കുറ്റപ്പെടുത്തും. അത് അവരുടെ അഹങ്കാരമാണ്, ഞാനെന്ന ഭാവം. പക്ഷെ ഈ അഹങ്കാരം കർത്താവിൻ്റെ മുമ്പിൽ ഒരിക്കലും പൂർണ്ണമാവില്ല. തകർത്ത് വയ്ക്കും. അഹങ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? അഹങ്കരിക്കുന്നത് ഞാനെന്ന് പാപം കയറുമ്പോൾ അഹങ്കാരം കയറി വരും.
അവനെ അവളെ നിലയ്ക്ക് നിർത്താൻ ആർക്കും സാധിക്കും. എൻ്റെ അധികാരം, അവിടെയാണ് അവരുടെ സംസാരം. ഞാൻ പറയണത് ശരിയാണ്, നീ പറയുന്നത് തെറ്റ്. അങ്ങനെ ഒരു ചിന്ത മേലധികാരികൾക്ക് വന്നു പോയാൽ കീഴെ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു വിലയില്ലാതെ ഇരിക്കും. ഹല്ലേലൂയ. പരിഹാസകർ എന്നെ വളയുന്നു, അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായകനായി. അവരുടെ പരിഹാസം ഞാൻ വെറും ഒരു ഉണക്കമരം പോലെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നെന്നുള്ളൊക്കെ ഒരു ചിന്തയാണ് ജോബിന് ഇപ്പോഴും വല്ലാത്തത്. പരിഹസിക്കുകയാണല്ല ഓരോ കാര്യങ്ങൾ. നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടുവല്ലേ, നീ ദൈവത്തിൽ നിന്നും അകന്നു പോയി. അങ്ങനെയൊക്കെ ഓരോ സ്നേഹിതന്മാർ കൂട്ടത്തിൽ വന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ട് പോവുകയാണ്. നിസ്സഹായനായി ഞാൻ നോക്കിയിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റാണ്ട്. ആരെന്ത് പറഞ്ഞാലും കേൾക്കുക, ഇതെൻ്റെ വിധിയാണെന്ന് കരുതി നോക്കിയിരുന്നു. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നൽകണമേ. കർത്താവിനോട് പറയുന്നു. ആൾക്കാരെല്ലാം, സ്നേഹിതന്മാരെല്ലാം കുറ്റപ്പെടുത്തുമ്പോഴും ജോബിൻ്റെ പ്രാർത്ഥന, കർത്താവേ നീ എൻ്റെ കൂടെ. ആ ഒരു ചിന്തയിലാണ് ജോബ് മുന്നോട്ട് കടന്നു പോകുന്നത്. ഉടനെ നിസ്സഹായകനായി നോക്കിയിരിക്കുന്ന ജോബ് പറയുന്നു, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നൽകണമേ. കുറ്റത്തിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, കുറ്റപ്പെടുത്തിൽ നിന്നും എനിക്ക് ജാമ്യം നൽകണം. ഓക്കെ, ഹല്ലേലൂയ. മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നൽകുക? 3-ാം വാക്യത്തിലാണ്, 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവായ ദൈവത്തോട്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനോട് ജോബ് പറയണം, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നൽകണമേ. മറ്റാരാണ്, വേറെ ആരാണ് എനിക്ക് ജാമ്യം നൽകുക? എന്നെ ഈ കുറ്റം വിധിയിൽ നിന്നും രക്ഷിക്കണമേ, എനിക്ക് ജാമ്യം നൽകണമേ. കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി കർത്താവിനോട് പറയുന്നു, നീ എനിക്ക് ജാമ്യം നൽകണം, നീ എനിക്ക് വേണ്ടി സംസാരിക്കണമേ. ഇതാണ് നിഷ്കളങ്കമായ പ്രാർത്ഥന. എതിർക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ജോബ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ അവരുടെ ബോധത്തെ അന്ധമാക്കിയതുകൊണ്ട് എനിക്ക് ജയിക്കാൻ അവരെ അനുവദിക്കരുത്. അവർ പറയുന്ന വാക്കുകൾ, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ജോബ് പറയുന്നു, ജയിക്കാൻ അവരെ അനുവദിക്കരുത്. അവർ പറഞ്ഞ് ജയിക്കാൻ അവരെ അനുവദിക്കരുത്. അങ്ങ് തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കണമേ, എനിക്ക് വേണ്ടി അങ്ങ് ജാമ്യം നിൽക്കണമേ, ജാമ്യം നിൽക്കണമേ, ദയ തോന്നണമേ, കരുണ തോന്നണമേ എന്നെല്ലാം ജോബ് കർത്താവിൻ്റെ മുമ്പിൽ ആവലാതിപ്പെടുകയും. മരണത്തോളം എത്തിയിരിക്കുന്ന ജോബ് രോഗത്താൽ രക്ഷപ്പെടാൻ പറ്റാണ്ട് ഓരോരുത്തരുടെ കുറ്റങ്ങളും ആട്ടും പാട്ടും എല്ലാം കേൾക്കുമ്പോൾ ജോബ് പറയണം, ജയിക്കാൻ അവരെ അനുവദിക്കരുത്. 4-ാം വാക്യത്തിൽ 5-ാം വാക്യം, സ്നേഹിതൻ്റെ സ്വത്തിൽ പങ്ക് കിട്ടാൻ വേണ്ടി അവനെ ഒറ്റിക്കൊടുക്കുന്നവരുടെ സന്തതികളുടെ കണ്ണ് അന്ധമായി പോകും. സ്നേഹിതൻ്റെ സ്വത്തിൽ, അപ്പോൾ അവന് സ്വത്ത് ഒരുപാടുണ്ടായിരുന്നല്ലേ, ഒക്കെ പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് തട്ടിയെടുത്ത് കുറേ പേര് കൊണ്ടുപോയി. അവൻ്റെ കുറേ കൊള്ളക്കാരൊക്കെ വന്ന സ്വത്തും
ആട് മാട് ഒട്ടകങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി. ഒന്നുമില്ലാണ്ടായി പോയി, ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ യോബ് പറയുന്ന 5-ാം വാക്യം, സ്നേഹിതൻ്റെ സ്വത്തിൽ പങ്ക് കിട്ടാൻ വേണ്ടി അവനെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ സന്തതികളുടെ കണ്ണ് അന്ധമായി പോകട്ടെ. അവൻ്റെ സ്വത്തൊക്കെ കുറേ കട്ടിട്ടുണ്ട്, തട്ടിക്കൊണ്ടൊക്കെ പോയില്ലേ. അവരുടെ മക്കളുടെ കണ്ണുകൾ അന്ധമാക്കി പോകണമേ എന്ന് യോബ് പറയുന്നു. ആരോടും? കർത്താവിനോട് പറയുന്നു. കർത്താവ് കേൾക്കുമോ? തീർച്ചയായിട്ടും കേൾക്കും. കാരണം നിഷ്കളങ്കമായ ജോബിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. കണ്ണ് അന്ധമായി പോകും. പഴമൊഴിയാക്കി തീർത്ത് ആളുകൾ എൻ്റെ മുഖത്ത് തുപ്പാൻ ഇടയാകുന്നു. പഴമൊഴിയാക്കി തീർത്ത് ആളുകൾ, സ്നേഹിതന്മാർ, അയൽവാസികൾ, കൂട്ടുകാർ, ആളുകൾ എൻ്റെ മുഖത്ത് തുപ്പുന്നതിന് ഇടയാകുന്നു. എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് ഇടയാകുന്നു. ഇങ്ങനെ തുപ്പല് സ്നേഹത്തോടെ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് നസറേയനായ യേശു. അവൻ്റെ കണ്ണ് തുണി കൊണ്ട് കെട്ടിയിട്ട് മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തിട്ട് അവർ പറഞ്ഞു, ആരാണ് നിന്നെ അടിച്ചതെന്ന് പ്രവചിക്കുക, നീ ദൈവപുത്രനല്ലേ? യേശു ഒന്നും മിണ്ടാണ്ട് നിഷ്കളങ്കനായിട്ട് ഓരോരുത്തരും തുപ്പലിൽ നിന്നും അവൻ മുഖം മറച്ചില്ല. അടിയിൽ നിന്നും അവൻ മാറി നിന്നില്ല. ഹല്ലേലൂയ. എല്ലാം നമ്മുടെ ഓരോ വ്യക്തിയുടെയും പാപപരിഹാര ബലിയായി യേശുനാഥൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുനാഥനോടാണ് ജോബ് കുറ്റങ്ങൾ നിരത്തി വയ്ക്കുന്നത്. ഹല്ലേലൂയ. 6-ാം വാക്യം, അവിടുന്ന് എന്നെ ജനങ്ങൾക്ക് പഴമൊഴിക്കായി തീർത്തു, ആളുകൾ എൻ്റെ മുഖത്ത് തുപ്പുന്നതിന് ഇടയാകുന്നു. ആളുകൾ എനിക്ക് തുപ്പുന്നതിന് ഇടയാകുന്നു. യേശുവേ നന്ദി. എൻ്റെ കണ്ണുകൾ മങ്ങി. യോബ് പറയുന്നു, എൻ്റെ കണ്ണുകൾ മങ്ങി, ഞാൻ തളർന്നു. ദൈവമേ, ഞാൻ ആരോടാണ് ഇതെല്ലാം പറയേണ്ടതെന്നുള്ള തേങ്ങൽ കൊണ്ട് യോബ് മുന്നോട്ട് ഓരോ ദിവസവും എണ്ണി പോയിക്കൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ചില കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. വഴക്ക്, വെറുപ്പ്, ദേഷ്യം, സമ്പത്തില്ല, ജോലിയില്ല, പട്ടിണി, ദാരിദ്ര്യം, കടം. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ദുഃഖത്തോടെ കഴിഞ്ഞു പോകുന്ന എത്രയെത്ര കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് നമ്മൾ കാണുന്ന പോലും. അവിടെ കയറി ചെന്ന് അവരുമായി ഇടപെടുമ്പോഴാണ് അവരുടെ കുടുംബ ജീവിതത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും കുറവുകളും കണ്ടെത്താനായിട്ട് സാധിക്കുക. നമുക്കറിയാം, നോമ്പുകാലം അടുത്തിരിക്കുകയാണ്. നോമ്പുകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രാർത്ഥനയും ഉപവാസവും. ഈ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും എന്താണ് ഒരു കുടുംബം, മാതാപിതാക്കൾ, മക്കൾ നേടുന്നത് തിരിച്ചറിയണം. യേശുനാഥൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പൈശാചിക ശക്തി ബാധിച്ച് ഒരു മകനെയും കൊണ്ട് അവൻ്റെ പിതാവ്, അപ്പൻ വരെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന്
മൂകനും ബധിരമായ ആത്മാവ് അവനെ ബന്ധിച്ചിരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ മകന് സാധിക്കുന്നില്ല. ഉടനെ ഈ മകന്റെ പിതാവ് യേശുനാഥന്റെ അടുത്തേക്ക് വരിക. ശിഷ്യന്മാർക്ക് സാധിക്കത്തില്ല. യേശുനാഥൻ അവിടെ ചൂടാവുന്നുണ്ട്. ശിഷ്യന്മാരെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറയുന്നു. യേശുനാഥൻ ആ മകളിൽ നിന്ന് സാത്താനെ, ദുഷ്ടശക്തിയെ പുറത്താക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവർ പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിശബ്ദമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 3 വർഷം ശിഷ്യന്മാർ യേശുനാഥൻ്റെ കൂടെ നടന്നിട്ട് ഒരത്ഭുതം പോലും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷമം യേശുനാഥനുണ്ട്. അതാണ് യേശുനാഥൻ ചോദിക്കുന്നത്, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെയായിരിക്കും? എത്ര നാൾ നിങ്ങൾ എൻ്റെ ശരീരം ഇതുപോലെ ഭക്ഷിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കും? എത്ര നാൾ നിങ്ങൾ എൻ്റെ കുർബാനയിൽ ദാസയിലും പിലാസയിലും സമർപ്പിച്ച് എന്നെ വേദനിപ്പിക്കുന്നുവെന്ന് യേശുനാഥൻ ചോദിക്കുന്നുണ്ട്. ഓരോ വ്യക്തികൾ നമ്മളത് അറിയാൻ പറ്റില്ല. യേശുനാഥൻ ചോദിക്കും. അങ്ങനെ ശിഷ്യന്മാരൊത്ത് യേശുനാഥൻ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് സ്വകാര്യമായി യേശുനാഥനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ കൊച്ചിനെ, ആ മകനെ ഞങ്ങൾക്ക് പിശാചിൽ നിന്നും രക്ഷിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ട് ഗുരു പറയുന്നു? ഉടനെ യേശുനാഥൻ പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് ഈ നോമ്പ് കാലത്ത് നമുക്ക് വേണ്ടത്. എന്താണ് പറയുന്നത് അറിയാമോ? ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗം പുറത്തു പോകുകയില്ലെന്ന് ദൈവമായ കർത്താവ് ബൈബിളിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഏറ്റവും വലിയ നേട്ടം ഉപവാസവും പ്രാർത്ഥനയും. ഇതിലൂടെ നമ്മൾ നേടുന്നത് നമ്മിൽ പ്രവേശിച്ചിരിക്കുന്ന ദുഷ്ടശക്തികൾ. എന്താണ് ദുഷ്ടശക്തികൾ? എന്താണ് സാത്താൻ? വചനം പറയുന്നു, സാത്താൻ വെറുപ്പാണ്. സാത്താൻ ദുഷ്ടനാണ്. സാത്താൻ നുണ പറയുന്നവനാണ്. സാത്താൻ വൈരാഗ്യമാണ്. സാത്താൻ വെറുപ്പാണ്. കുടുംബ കലഹമുണ്ടാക്കുന്നവനാണ് സാത്താൻ. കർത്താവ് കൂട്ടി യോജിപ്പിച്ച ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ സാത്താൻ നിൽക്കില്ല. അവൻ അത് തല്ലിപ്പിരിക്കാൻ നോക്കും. വേണ്ടാത്ത വർത്താനങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും. ഇത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഷ്ടശക്തികളാണ്. അതിൽ നിന്നും മോചനം കിട്ടാൻ നാം എന്ത് ചെയ്യണം? ഒറ്റ വഴിയുള്ളൂ. കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയും ഉപവാസം. അതാണ് ഈ നോമ്പുകാലം. ഇതിലൂടെ നമ്മൾ നേടുന്നത് സാത്താനെ പുറത്താക്കുക എന്നുള്ളതാണ്. അവൻ പുറത്ത് പോയിരിക്കും. യേശു പറഞ്ഞ വാക്കാണത്. അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ, നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സാത്താൻ പരാജയപ്പെടും, നമ്മൾ വിജയിക്കും. യേശുനാഥൻ ചിരിക്കും, സാത്താൻ അലറി കൂകി പുറത്തോട്ട് പോകും. പക്ഷെ കൃത്യമായിട്ട് നമ്മളത് എടുത്തിരിക്കണം. ഒരു ദിവസം എടുത്ത് പിന്നെ വേണ്ടെന്ന് വെച്ച് അങ്ങനെയല്ല. എടുക്കാം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിൽ നിന്നും കടബാധ്യത കൊണ്ടുവരുന്ന ദുഷ്ടശക്തി, മരിക്കണമെന്ന് ദാഹം കൊണ്ടുവരുന്ന ദുഷ്ടശക്തി,
രോഗപീഠ കുത്തിവയ്ക്കുന്ന ദുഷ്ടശക്തി, ജോലി മേഖലകളിൽ തടസ്സം കൊണ്ടുവരുന്ന ദുഷ്ടശക്തി, മക്കളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ടെൻഷൻ വിഷമിക്കുന്ന ദുഷ്ടശക്തി, ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഈ നോമ്പ് കാലം നമ്മൾ ഉപകരണമാക്കി മാറ്റണം. യേശുവിൻ്റെ വാക്ക് നമ്മൾ ഏറ്റെടുക്കണം. അവിടെ നമ്മൾ വിജയിക്കും, യേശുനാഥൻ സന്തോഷിക്കും, സാത്താൻ പരാജയപ്പെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ അവയവങ്ങൾ നിഴൽ പോലെയായി. 7-ാം വാക്യത്തിൽ ജോബ് പറയുന്നു, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിഴൽ പോലെയായി. ഇതൊരു വേദനകരമായ വാക്കാണ്. നോക്കി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വീണ്ടും 7-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കണ്ണുകൾ മങ്ങും, എൻ്റെ അവയവങ്ങൾ നിഴൽ പോലെയായി. നോക്കി, ക്ഷീണിച്ച് എല്ലും തോലുമായി പോയി. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നല്ല വസ്ത്രം ഇടാൻ പറ്റുന്നില്ല, പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. എങ്കിലും ജോബ് കർത്താവിനെ പഴിച്ചില്ല, കർത്താവിനെ കുറ്റപ്പെടുത്തിയില്ല, കർത്താവിന് മുന്നിൽ നിന്നും അവൻ അകന്നു പോയില്ല, അവൻ വിശ്വസിച്ചില്ല. ഭാര്യ വരെ പറയുന്നുണ്ട്, ഏയ് മനുഷ്യ, ഇനിയും നിങ്ങൾ ദൈവഭക്തിയിൽ നിൽക്കുന്നു, ശപിച്ചിട്ട് പോകൂ എന്ന് ഭാര്യ പറയുന്നു. അപ്പോൾ സഹോദരന്മാരും സ്നേഹിതന്മാരും എന്തായിരിക്കും പറയുക? അത് ചോദിക്കേ. ഹല്ലേലൂയ. 8-ാം വാക്യം, ഇത് കണ്ട് നീതിമാന്മാർ പരിവേന്ദ്രരായി തീർന്നിരിക്കുന്നു. ഇതെല്ലാം കണ്ട് നീതിമാന്മാർ പരിവേന്ദ്രരായി തീരുന്നു. നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു. നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു. ദേഷ്യം വരുന്നു. ഓരോന്ന് പറയും. ആണ്ട് വരുമ്പോൾ സ്വാഭാവികമായി ദേഷ്യം വരും, കോപം വരും, മിണ്ടാട്ടമില്ലാണ്ടാവും, മൗനമാവും. ഇത് മനുഷ്യജീവിതത്തിലുള്ളതാണ്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവമായ കർത്താവ് ഓരോ മനുഷ്യനും കൊതിക്കുന്ന ഹൃദയമാണ്, ദാഹിക്കുന്ന ഹൃദയമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പാപം ചെയ്യുന്നു. എന്നാൽ ഈ പാപത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു വിടുതൽ സ്ഥാപിക്കുക? ഉപവാസവും പ്രാർത്ഥനയും. ഒരു കാര്യം നിങ്ങൾ ഓർത്ത്, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, അവരുടെ ജീവിതത്തിൽ തിന്മയുടെ അന്ധകാര ശക്തികൾ കടന്നു വന്നാൽ അവിടെ വഴക്കുണ്ടാവും, അവിടെ വേർപിരിയും, അവർ വേറെ മുറിയിൽ കിടക്കേണ്ടി വരും. അവരുടെ നടുവിൽ ഒരു വലിയ മതിൽ, ജെറിക്കോ മതിൽ പോലെ അവർ ഉയരാൻ തുടങ്ങും. അതോടയണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപവാസത്തോടും പ്രാർത്ഥനയോടും ചേർന്നിരിക്കണം. ഹല്ലേലൂയ. നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. സത്യസന്ധമായി കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥനയിലിരിക്കുന്നവൻ നീതിമാൻ. തൻ്റെ മാർഗത്തിൽ അവൻ ഉറച്ചു നിൽക്കുന്നു. പാപം ചെയ്യും, പക്ഷേ അവൻ കർത്താവിൻ്റെ മുമ്പിലേക്ക് വരും. കർത്താവേ, തെറ്റിപ്പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേന്ന് ദൈവമായ കർത്താവിൻ്റെ കുമ്പസാരക്കൂടിലേക്ക് വരുമ്പോൾ അവിടെ വിജയമുണ്ടാവും, വിജയം നേടും. വിജയം തരുന്ന രാജാവ്, സ്വർഗീയ പിതാവിൻ്റെ പുത്രൻ
യേശുനാഥൻ നിന്റെ അരികിലേക്ക് കൊടുങ്കാറ്റായിട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ. നിർമ്മല കരങ്ങളിൽ അവൻ അടിക്കടി കരുത്ത് നേടുന്നു. നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി കരുത്ത് നേടുന്നു. ഉറപ്പാകും. കർത്താവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഓരോ മനുഷ്യരെല്ലാം കുറ്റം വിധിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും തള്ളി പറയുമ്പോഴും മുഖത്ത് തുപ്പിയിട്ട് പോകുമ്പോഴും എല്ലാം നാം വരേണ്ടത് ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ മുമ്പിലേക്കാണ്. അവിടെ ദൈവമായ കർത്താവ് നിനക്ക് നിർമ്മലമായ കരങ്ങൾ തരും. അടിക്കടി കരുത്ത് നേടുന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നാലും നിങ്ങളിൽ ഒരു ജ്ഞാനിയും ഉണ്ടായിരിക്കില്ല. നിങ്ങളെല്ലാവരും കൂടി കുറ്റപ്പെടുത്തി തല്ലി തകർക്കണമെന്ന് പറഞ്ഞിട്ട് വന്നാലും നിങ്ങളിൽ ഒരാൾക്കും ജ്ഞാനി ഉണ്ടായിരിക്കില്ല. എൻ്റെ ദിനങ്ങൾ കടന്നുപോയി. എൻ്റെ ദിവസങ്ങൾ, എൻ്റെ ജീവിതം ഇതാ കടന്നു പോയിരിക്കുകയാണ്. ജോബ് പറയേ, ഹൃദയാഭിലാഷങ്ങളും തകർന്നു. ഹൃദയാഭിലാഷങ്ങളും തകർന്നു. അവർ രാത്രിയെ പകലാക്കുന്നു. ഉണ്ടാവും. അവർ രാത്രിയെ പകലാക്കുന്നു. അന്ധകാരത്തെ പകലാക്കുന്നു. പ്രകാശം അന്ധകാരത്തോട് ഒത്തിയിരിക്കുന്നു. എന്ന് അവർ പറയുന്നു. അന്ധകാരം വെളിച്ചമായിരിക്കുകയാണ്. അവർക്ക് ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ് നകളിച്ച് അഹങ്കാരത്തോടെയൊക്കെ നടക്കുമ്പോൾ രാത്രി അവർക്ക് പകലായിട്ട് മാറും. വെളിച്ചം അവരിലേക്ക് വരുന്നുണ്ടെങ്കിലും അതൊരു അന്ധകാരം അവർ കയറിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരത്തിൻ്റെ വഴിയെ അവർ നടക്കുന്നു. പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ, പാതാളം വീട്ടിൽ കിടന്നുകൊണ്ട് ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ, അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിക്കുന്നുവെങ്കിൽ, പറയും 13ഉം 14ഉം വാക്യം. പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ, മരണക്കുഴിയാണ്. 6 അടി മണ്ണിലേക്ക് കിടക്കുമ്പോൾ ജോബ് ചിന്തിക്കണം. പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ, അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിക്കുന്നുവെങ്കിൽ, ഉറങ്ങണത് എവിടെയാണ്? അവസാനം ഈ കുഴിയിലാണ്. അത് ഭവനമായിട്ടും കിടക്കയുമായിട്ട് ജോബ് മാറ്റുക. എന്നേക്കുമായൊരുറക്കം. ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവ് പിതാവിൻ്റെ അടുക്കിലേക്ക് നരകത്തിലോ സ്വർഗത്തിലോ അത് കയറിപ്പറ്റിയിരിക്കും. പക്ഷേ ശരീരം ഉറങ്ങാൻ പോവുകയാണ്. പാതാളത്തിൽ ഭവനത്തിൽ കിടക്ക വിരിച്ച് ശവക്കുഴിയോട് നീ എൻ്റെ പിതാവാണ് എന്ന്, ശവക്കുഴിയോട് 6 അടി മണ്ണിനോട് പറയുന്നു, നീ എൻ്റെ പിതാവാണ് എന്നും കുഴിവിനോട് നീ എൻ്റെ അമ്മയാണ് എന്നും സ്നേഹിതരെയാണ് എന്നും പറയുന്നുവെങ്കിൽ, കുഴിവിനെ അമ്മയാക്കി പാതാളത്തെ പിതാവാക്കി, അങ്ങനെയാണ് ആ ബോഡി ശരീരം മണ്ണിൻ്റെ അടിയിൽ കിടക്കുക. പുഴുക്കൾ വന്നിട്ട് തിന്നുണ്ട്. അപ്പോൾ അതിനെ അമ്മയാക്കി. ഹല്ലേലൂയ. പുഴുവിനോട് നീ എൻ്റെ അമ്മയാണ്. 14-ാം വാക്യം എടുത്ത് വായിക്കണം. പുഴുവിനോട് നീ എൻ്റെ അമ്മയാണെന്നും സഹോദരിയാണ് എന്നും പറയുന്നുവെങ്കിൽ എൻ്റെ പ്രതീക്ഷ എവിടെ? ഇങ്ങനെയൊക്കെ പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യണമെങ്കിലും എൻ്റെ പ്രതീക്ഷ എവിടെയാണ് എൻ്റെ ജീവിതം? എവിടെയാണ് ഞാൻ അവസാനിക്കാൻ പോകുന്നത്? ജോബിൻ്റെ ഓരോ
മുറിവേറ്റ വാക്കുകൾ അവൻ തന്നെ. എൻ്റെ പ്രത്യാശ ആര് കാണും? ആര് കാണും? എൻ്റെ സങ്കടം, എൻ്റെ വേദന ആരാണ് കാണുക? ഒരാളോ കാണും. ആരാണ് പറയുന്നത്? ദൈവമായ കർത്താവ്. അവിടെ നിന്നൊരു വഴി തുറക്കും. ഇന്നില്ലെങ്കിൽ നാളെ പിടിച്ചു നിൽക്കണം. യേശുനാഥൻ തരുന്ന ഓരോ കഷ്ടതയിലൂടെയും കടന്നു പോകുമ്പോൾ, സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, രോഗങ്ങളിലൂടെ, കടത്തിലൂടെ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും പിടിച്ചു നിൽക്കുന്ന വ്യക്തി വിജയം നേടും. വിജയം നേടും. കർത്താവ് വിജയിപ്പിക്കുമോനെ. കർത്താവിൻ്റെ ഉടുപ്പിനോട് ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. അത് പാതാള കവാടം വരെ എത്തുമോ? അത് പാതാള കവാടം വരെ എത്തുമോ? ഈ ഉറക്കവും ഈ പുഴുക്കളെല്ലാം പാതാളത്തിലെ കവാടം വരെ എത്തുമോ? എന്നിട്ട് പറയുന്നു, പൊടിയിലേക്ക് എന്നോട് ഒത്തു വരുമോ? മണ്ണിനോട് ചേരുമ്പോൾ ദൈവമായ കർത്താവേ, നീ എൻ്റെ കൂടെ വരുമോ? എന്നിലൂടെ കിടന്നിറങ്ങാൻ നീ എന്നെ തട്ടി ഉണർത്തുമോ? പൊടിയിലേക്ക് എന്നോട് ഒത്തു വരുമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ 16-ാം ദിവസമാണ് യോബിൻ്റെ പുസ്തകത്തിലൂടെ കുടുംബജീവിതം കടന്നു പോകുന്നത്. ഈ കുടുംബജീവിതം നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നോയമ്പ് വരുന്നത്, അല്ലേ? പെസഹ, ഓശാന, ഇനി നമുക്ക് അങ്ങോട്ട് വേണ്ടപ്പെട്ട ദിവസങ്ങളാണ്. കർത്താവിനോട് ചേർന്നിരിക്കേണ്ട ദിവസങ്ങളാണ്. അപ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് വിജയം നേടണം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കണം. സാത്താൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കണം. അപ്പോൾ അവനെ ഓടിക്കുക, ഓടിയകന്നു, അവനെ എതിർത്ത് നിൽക്കുക. അവനിൽ നിന്നും അകന്നു വയ്ക്കുക. നമ്മളിൽ നിന്ന് അകന്നു പോകുക. അവനെ എതിർത്ത് നിൽക്കുക. അവനോട് ചേരാൻ പാടില്ല ഒരിക്കലും. നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ വഴിയുള്ളൂ, ഉപവാസവും പ്രാർത്ഥനയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദൈവകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന പിതാവിൻ്റെ പുത്രനായ യേശുവേ, ദാസയിലും വിലാസയിലും അപ്പവും വീഞ്ഞും രക്തവുമായി മാറി ബലിപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പുത്രനായ യേശുവേ, അങ്ങേക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 10,000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ള യേശുനാഥ, ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്ന യേശുനാഥ, ഇന്ന് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ.
കുമാരു